നമസ്കാരം. എക്സൽ മലയാളിയുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HLOOKUPനെയും VLOOKUPനെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ പ്രോഡക്റ്റിൻ്റെ ഐഡിയും പ്രോഡക്റ്റിൻ്റെ നെയിം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ്, മെറ്റീരിയൽ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടേബിൾ പ്രോഡക്റ്റിൻ്റെ ഐഡിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് VLOOKUP വെച്ചിട്ട് ഒരു ടൂൾ ഉണ്ടാക്കാം. ഇത് VLOOKUP വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ടൂളാണ്. ഇതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഈ സെല്ലിൽ ഒരു പ്രോഡക്റ്റ് ഐ ഡി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഐ ഡി വെച്ചിട്ട് ആ രണ്ട് ടേബിളിലും പോയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ഒരു ടൂളാണ് VLOOKUP. അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പറ്റും പ്രോഡക്റ്റ് ഐ ഡി 12 ആണെങ്കിൽ നമ്മൾ ഈ ടേബിളിൽ പോയിട്ടുണ്ടെങ്കിൽ 12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നെയിമാണ് L, അതിൻ്റെ വുഡാണ് മെറ്റീരിയൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ആ ഡാറ്റയെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ഒരു ടൂളാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് VLOOKUPൻ്റെ സിൻറ്റാക്സും അതിൻ്റെ ഫംഗ്ഷനിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ അവസാനം എങ്ങനെയാണ് ഞാൻ ഈ ടൂൾ ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇനി VLOOKUP എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ VLOOKUPൻ്റെ ഫോർമുല എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഈക്വൽ ടു പ്രസ് ചെയ്യുന്നു, VLOOKUP എന്ന് അടിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ സജഷൻസ് വരുന്നു. നമ്മൾ ടാബ് ഞെക്കിക്കഴിഞ്ഞാൽ ആ ഫോർമുല സെലക്ട് ആവും. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു സിൻറ്റാക്സ് കാണാം. ലുക്കപ്പ് വാല്യൂ വേണം, ഒരു ടേബിൾ അറേ വേണം, കോളം ഇൻഡെക്സ് കൊടുക്കണം, പിന്നെ നമുക്ക് റേഞ്ച് ഓഫ് ലുക്കപ്പ്. ഇത്രയും ഡാറ്റയാണ് ഒരു VLOOKUPൻ്റെ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇനീഷ്യലി തോന്നാം, പക്ഷേ ഇത് ആക്ച്വലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമുലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഷോർട്ട് കട്ട് കാണിച്ചു തരാം. ഫോർമുല എൻ്റർ ചെയ്തിട്ട് നിങ്ങളിവിടെ വന്നിട്ട് ഈ FX എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുല ബിൽഡർ എന്ന് പറഞ്ഞൊരു എക്സലിൻ്റെ ഇൻബിൽറ്റ് ടൂൾ ഉണ്ട്, അത് വരും. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഫോർമുല ബിൽഡർ എന്ന് പറഞ്ഞൊരു ടൂൾ വന്നു. VLOOKUPന് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ലുക്കപ്പ് വാല്യൂ ആണ്. നമ്മൾ എന്ത് ആണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഐ ഡി വെച്ചിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ആണ് വേണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഐ ഡി ആണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ ഒരു പ്രോഡക്റ്റ് ഐ ഡി നമുക്കിവിടെ അഡ് ചെയ്യാം. നമ്മളൊരു പേരടിക്കുമ്പോൾ എപ്പോഴും അത് ഇൻവേർട്ടഡ് കോമാസിൽ കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടേബിൾ അറേയാണ്. അപ്പോൾ ടേബിൾ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ ഉള്ള ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ടേബിൾ നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്തു. പിന്നെ വേണ്ടത് കോളം ഇൻഡെക്സ് നമ്പറാണ്. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഐ ഡി നോക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോഡക്റ്റിൻ്റെ നെയിം ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കോളത്തിലെ ഡാറ്റയാണ് വേണ്ടതെന്ന് വാല്യൂ ആണ് കോളം ഇൻഡെക്സ് നമ്പർ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ നെയിം ആണെങ്കിൽ അത് നമുക്ക് രണ്ടാമത്തെ കോളമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 അടിക്കും. ഇനി നമുക്ക് റേഞ്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള 2 ഓപ്ഷനാണുള്ളത്. ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസസ്റ്റ് മാച്ച്, ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് മാച്ച്. അപ്പോൾ നമ്മൾ ഈ ലുക്കപ്പ് വാല്യൂവിൻ്റെ എക്സാക്ട് മാച്ചാണോ വേണ്ടത് അതോ അതിന് ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സാക്ട് മാച്ചാണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഫോൾസ് എന്നടിക്കും. എന്നിട്ട് നമ്മളിവിടെ ഡണ്ണ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം PID 001ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നെയിം പ്രോഡക്റ്റ് A ആണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് PID 001 എന്നുള്ള പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് നെയിം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സാധാരണ മാനുവലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്ററിൽ ചെന്നിട്ട് നമ്മൾ PID 01 സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ നെയിമും ഫുള്ള് ഡീറ്റെയിൽസും കണ്ടുപിടിക്കും. ഇതാണ് മാനുവൽ ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു 10ഓ 20ഓ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ വട്ടവും നമ്മളിത് മാനുവലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് സ്മാർട്ടായിട്ട് VLOOKUP പോലുള്ള ടൂൾസ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ മാനുവലി ഇപ്പോൾ ചെയ്തതും VLOOKUP ടൂളും ഫങ്ഷൻ ചെയ്യുന്നത് വളരെ സിമിലറാണ്. അപ്പോൾ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ട ഒരു വാല്യൂ വേണം. അപ്പോൾ നമുക്കതിവിടെ കിട്ടി. PID 001 ആണ് വേണ്ടത്. നമ്മൾ ഈ PID 001 ഇവിടെ ഒരു ടേബിളിലുണ്ട്, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വേറൊരു ടേബിളിലുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടേബിളാണ് വേണ്ടത്, നമുക്ക് ഈ ടേബിളാണോ അതോ അടുത്ത ടാബിലുള്ള ടേബിളാണോ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതാണ് നമ്മൾ ഈ സിൻറ്റാക്സ് നോക്കുമ്പോൾ ടേബിൾ അറേ സെലക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ പ്രോഡക്റ്റിൻ്റെ നെയിം വെച്ചിട്ടാണ് ഈ ലുക്കപ്പ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ലുക്കപ്പ് വാല്യൂ പ്രോഡക്റ്റ് നെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ നെയിം ആയിരിക്കണം ലെഫ്റ്റ് മോസ്റ്റ് കോളം. പ്രോഡക്റ്റ് ഐ ഡി വെച്ചാൽ സെർച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിൽ പ്രോഡക്റ്റ് ഐ ഡി ആയിരിക്കണം.
അത് ഈ വി ലുക്കപ്പിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ്. അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ലുക്കപ്പ് എറർ കാണിക്കും. ബാക്ക് ടു നമ്മുടെ ഫോർമുലയിൽ നോക്കുമ്പോൾ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്തു. ടേബിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് മനസ്സിലാക്കും ഈ ടേബിളിൽ PID 001 കറസ്പോണ്ടിങ് ആയിട്ട് 3 വാല്യൂസ് ഉണ്ട്. പ്രൊഡക്റ്റിൻ്റെ പേരുണ്ട്, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കൂടുതൽ ഡാറ്റ കിട്ടിയാലേ ഇതിൽ ഏത് വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഇവർ കോളം ഇൻഡെക്സ് നോക്കുന്നത്. കോളം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് കോളമാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇൻഫർമേഷനാണ്. കോളം ഇൻഡെക്സ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്ത ടേബിളിൻ്റെ ആദ്യത്തെ കോളം തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ കാണാം 1, 2, രണ്ടാമത്തെ കോളത്തിലാണ് നമ്മുടെ നെയിം ഓഫ് പ്രോഡക്റ്റ്. അതാണ് നമ്മളിവിടെ 2 എൻ്റർ ചെയ്തത്. നമ്മളിവിടെ 2 മാറ്റി 3 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈസ് കിട്ടും. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 870. നമ്മൾ വീണ്ടും കോളം ഒന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആണ്, 2 ആണ്, 3 ആണ്. നമുക്ക് മെറ്റീരിയലാണ് വേണ്ടതെങ്കിൽ കോളം ഇൻഡെക്സ് 4 അടിക്കുക. പിന്നെ നമുക്കുള്ളത് റേഞ്ച് ലുക്കപ്പ് ആണ്. റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്തു, PID 001. PID 001 നമ്മുടെ ടേബിളിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. പക്ഷേ എക്സൽ കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ റേഞ്ച് ലുക്കപ്പ് വഴി കിട്ടുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ അടിയിൽ ഹെൽപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം റേഞ്ച് ലുക്കപ്പിൽ ട്രൂ എന്ന് പറയുന്ന ക്ലോസസ്റ്റ് മാച്ചും ഫോൾസ് എന്ന് പറയുന്ന എക്സാക്ട് മാച്ചുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഫോൾസ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എപ്പോഴും എക്സാക്ട് മാച്ചാണ് വേണ്ടത്. അതായിരിക്കും ആക്യുറേറ്റ് ഡാറ്റ. ക്ലോസസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല. അതിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ജസ്റ്റ് കാണിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് VLOOKUPൻ്റെ സിൻറ്റാക്സ്. നമുക്കിതിനി കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ടൊന്ന് യൂസ് ചെയ്യാൻ പഠിക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഓരോ കോളത്തിൻ്റെ നെയിം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തു. ഈ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി അപ്പുറത്തെ ടാബിൽ നിന്നാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടൂൾ ഉണ്ടാക്കിയതുപോലെ പ്രോഡക്റ്റ് ID എൻ്റർ ചെയ്യുമ്പം VLOOKUP വെച്ചിട്ട് ഓരോ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഡക്റ്റ് ID ഒരെണ്ണം എൻ്റർ ചെയ്യാം. നമുക്കിപ്പോൾ PID 10 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്യാം. എൻ്റർ അടിക്കുമ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നു PID 10. നമുക്ക് പ്രോഡക്റ്റ് നെയിം J കിട്ടണം, പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് 128, ഗ്ലാസ് മെറ്റീരിയൽ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ നമുക്കിവിടെ VLOOKUP ഫോർമുല ഉപയോഗിച്ച് പ്രോഡക്റ്റ് നെയിം കണ്ടുപിടിക്കാം. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ടു VLOOKUP അടിക്കുന്നു, ടാബ് അടിച്ച് ചെയ്യുമ്പോൾ ഫോർമുല സെലക്ട് ആവും. അപ്പോൾ നമ്മൾ ആദ്യം ലുക്കപ്പ് വാല്യൂ ആണ് വേണ്ടത്. നമുക്കപ്പോൾ ലുക്കപ്പ് വാല്യൂ പേരടിക്കുന്നതിന് പകരം നമുക്ക് എപ്പോഴും ഈ സെല്ലിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഈ സെല്ലിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും. അപ്പോൾ നമുക്ക് ഈ സെല്ലിൻ്റെ പേര് സെലക്ട് ചെയ്യാം, എന്നിട്ട് കോമ, പിന്നെ നമുക്ക് ടേബിളാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടേബിൾ, ഈ ടേബിളിൽ നിന്നാണോ അടുത്ത ടാബിൽ നിന്നുള്ള ടേബിളാണോ. നമുക്ക് ഈ പ്രോഡക്റ്റ് ID നെയിമാണ് വേണ്ടത്, അതുകൊണ്ട് ഈ ടേബിളാണ്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു. Ctrl+Shift റൈറ്റ് ആരോയും ഡൗൺ ആരോയും അടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ടേബിൾ ഒറ്റയടിക്ക് സെലക്ട് ആവും. കോമ ഇട്ടിട്ട് നമുക്കിനി അടുത്തത് വേണ്ടത് കോളം ഇൻഡെക്സ് ആണ്. കോളം ഇൻഡെക്സ് നമുക്ക് പ്രോഡക്റ്റ് നെയിമാണ് 1, 2, രണ്ടാമത്തെ കോളത്തിലാണ്. ഇപ്പോൾ 2 അടിക്കുന്നു, പിന്നെ കോമ ഇടുന്നു, പിന്നെ നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്, അതായത് എക്സാക്ട് മാച്ചാണ്. നമുക്ക് എപ്പോഴും എക്സാക്ട് മാച്ചാണ്, അതുകൊണ്ട് നമുക്ക് ഫോൾസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് J ഇവിടെ കറക്റ്റാണ്. ഇനി നമുക്ക് കോസ്റ്റ് പെർ പീസ് കിട്ടണം. അതും നമ്മൾ സെയിം തന്നെ VLOOKUP എടുക്കുന്നു. നമ്മൾ ഈ സെല്ലിൻ്റെ വാല്യൂ വേണം, കോമ, നമ്മൾ ഇനി ടേബിൾ സെലക്ട് ചെയ്യണം, പിന്നെ കോമ, കോളം ഇൻഡെക്സ് മൂന്നാമത്തെ കോളാണ് 1, 2, 3, അതുകൊണ്ട് നമ്മൾ 3 എൻ്റർ ചെയ്യുന്നു, കോമ, പിന്നെ നമുക്ക് എക്സാക്ട് മാച്ചാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്നെങ്കിൽ ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് 0 എൻ്റർ ചെയ്താൽ മതി. 0 ഫോൾസിൻ്റെ സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 0 എൻ്റർ ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, നമുക്കിപ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇതേപോലെ മെറ്റീരിയലും ചെയ്യുന്നു. ടേബിൾ സെലക്ട് ചെയ്യുന്നു, കോമ, നമ്മുടെ കോളം ഇൻഡെക്സ് 4ാമത്തെ കോളമാണ്, നമുക്ക് എക്സാക്ട് മാച്ചാണ് വേണ്ടത്, 0 അടിച്ചു, നമ്മൾ എൻ്റർ അടിക്കുന്നു, ഗ്ലാസ് കറക്റ്റ് വാല്യൂ ആണ്. ഇനി നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വേണം. VLOOKUP അടിക്കുന്നു, നമുക്ക് ലുക്കപ്പ് വാല്യൂ ഇതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ടേബിൾ, നമുക്ക് ടേബിൾ ഇതല്ല, അത് നമുക്ക് അടുത്ത ടാബിലാണ്. അപ്പോൾ നമ്മൾ ഈ ടാബിൽ പോയിട്ട് നമുക്ക് ടേബിൾ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കോളം ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ കോളം ഇൻഡെക്സ് എൻ്റർ ചെയ്യണം. ഈ ടേബിൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2ാമത്തെ കോളാണ് 1, 2. അപ്പോൾ നമ്മൾ 2 എൻ്റർ ചെയ്യുന്നു. പിന്നെ നമുക്ക് എക്സാക്ട് മാച്ചാണ്, 0 അടിക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു.
അപ്പോൾ നമുക്കിവിടെ 30 കിട്ടി. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. PID 10ന് കറസ്പോണ്ടിങ് ആയിട്ട് 30 ആണ് പ്രൈസ്. നമുക്കിവിടെ കാണാം കറക്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു സ്മാർട്ടായിട്ടുള്ള ഒരു ടേബിൾ ഫോർമാറ്റിലുണ്ടാക്കി. ഇനി നമുക്കിവിടെ കാണാം നമ്മൾ ഈ പ്രോഡക്റ്റ് ID എഡിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അപ്ഡേറ്റ് ആവും. പ്രോഡക്റ്റ് ID 11 ആക്കി. അപ്പോൾ നമുക്കിവിടെ കാണാം 11 K86 മെറ്റൽ. K86 മെറ്റൽ. അപ്പോൾ ഇത് നമുക്ക് സ്മാർട്ടായിട്ടുള്ള ഒരു ടൂൾ പോലെ നമുക്ക് യൂസ് ചെയ്യാം. എപ്പോൾ വേണേലും നമുക്കൊരു പ്രോഡക്റ്റ് ID അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബാക്കി സെൽസ് എല്ലാം ആ റെഫറൻസ് അപ്ഡേറ്റ് ആയിട്ട് കറസ്പോണ്ടിങ് വാല്യൂ ഫെച്ച് ചെയ്തുകൊണ്ട് വരും. കുറച്ചും കൂടി ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ID അല്ല പ്രോഡക്റ്റ് നെയിം വെച്ചിട്ട് VLOOKUP ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. പ്രോഡക്റ്റിൻ്റെ നെയിം വെച്ചിട്ടാണെങ്കിൽ ഈ സെല്ലിൽ എപ്പോഴും പ്രോഡക്റ്റിൻ്റെ ഒരു നെയിം അടിക്കുക. നമുക്കിപ്പോൾ പ്രോഡക്റ്റ് AB എന്ന് അടിക്കാം. നമ്മൾ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ അടിയിൽ AB ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് പെർ പീസ് 659 വുഡ് എന്നുള്ള മെറ്റീരിയലും കിട്ടണം. അപ്പോൾ നമ്മൾ സെയിം VLOOKUP എടുക്കുന്നു, നമ്മൾ ടാബ് അടിക്കുന്നു, നമ്മുടെ ലുക്കപ്പ് വാല്യൂ ഇതാണ്, ഈ സെല്ലാണ്. പിന്നെ നമുക്ക് ടേബിൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലുക്കപ്പ് വാല്യൂ ലെഫ്റ്റ് മോസ്റ്റ് കോളം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ടേബിൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ID വെച്ചിട്ടാണെങ്കിൽ അത് ലെഫ്റ്റ് മോസ്റ്റ് കോളമായിട്ടായിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സിൻറ്റാക്സ് ആണ്. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഫോർമുല വർക്ക് ആകത്തില്ല. പിന്നെ നമുക്ക് വേണ്ടത് കോളം ഇൻഡെക്സ്. കോളം ഇൻഡെക്സ് പ്രൈസ് ആകുമ്പം രണ്ടാമത്തെ കോളമാണ് 1, 2. നമ്മൾ 2 എൻ്റർ ചെയ്തു. നമുക്ക് എക്സാക്റ്റ് മാച്ച് ആണ്. 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, അടിക്കുന്നു. അപ്പോൾ 659. അപ്പോൾ കറക്റ്റാണ്. ഇതുപോലെ തന്നെ മെറ്റീരിയൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ടേബിൾ നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ നെയിം ലെഫ്റ്റ് മോസ്റ്റ് കോളമായിട്ട് സെലക്ട് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലുക്കപ്പ് വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടേബിളിൻ്റെ രീതി വേറെയാണ്. നമുക്ക് നെക്സ്റ്റ് ഈ ക്ലോസസ്റ്റ് മാച്ചും എക്സാക്റ്റ് മാച്ചും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് പ്രോഡക്റ്റ് ID 11 വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്കിവിടെ 11 എന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് 110 എന്നാക്കാം. അപ്പോൾ 11 എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. VLOOKUP വെച്ചിട്ട് നമ്മൾ 11 സെർച്ച് ചെയ്യുന്നു. നമ്മൾ ഈ ടേബിളിലാണ് സെർച്ച് ചെയ്യുന്നത്. കോളം ഇൻഡെക്സ് നമുക്ക് അറിയാം, നമ്മൾ പ്രോഡക്റ്റ് നെയിമാണ്, എപ്പോഴും രണ്ടാമത്തെ കോളമാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരം എക്സാക്റ്റ് മാച്ചാണ് കൊടുത്തത്. നമുക്കിനി അപ്രോക്സിമേറ്റ് മാച്ച് കൊടുക്കുക. അപ്രോക്സിമേറ്റ് മാച്ചിന് ട്രൂ അല്ലെങ്കിൽ 1 അടിച്ചാൽ മതി. നമ്മൾ 1 അടിക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം PID 11 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇല്ല. PID 11 നമ്മൾ എഡിറ്റ് ചെയ്ത് PID 110 ആക്കി. അപ്പോൾ PID 11ന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് PID 10 ഉണ്ട്, PID 12 ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സൽ ലുക്കപ്പ് വാല്യൂവിനെ ഒരു ലോജിക്കൽ ഓർഡറിൽ തിങ്ക് ചെയ്തിട്ട് PID 11ന് ക്ലോസ് ആയിട്ടുള്ളത് 10 ഉണ്ട്, 12 ഉണ്ട്. പക്ഷേ എക്സൽ ഇവിടെ PID 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിമാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ക്ലോസസ്റ്റ് മാച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും അതിന് മുകളിലുള്ള, അതായത് ഒരു വാല്യൂ കുറവുള്ള ഇതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിളോടെ നോക്കാം. നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ടേബിളിൻ്റെ എൻഡിൽ 40 ആണ്. അപ്പോൾ നമ്മൾ 41 കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ നമുക്ക് 40യുടെ പ്രോഡക്റ്റ് നെയിമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ മാറ്റിയിട്ട് 41 എന്ന് കൊടുക്കാം. നമ്മൾ എൻ്റർ അടിക്കുന്നു. അപ്പോൾ പ്രോഡക്റ്റ് AN നമ്മളിവിടെ നോക്കുവാണെങ്കിൽ പ്രോഡക്റ്റ് AN 40യുടെ ആണ്. ക്ലോസസ്റ്റ് നമ്മൾ ഈ ഫോർമുല ഒന്നുകൂടെ നോക്കുമ്പോൾ നമ്മൾ 1 ആണ് വിച്ച് ഈസ് ക്ലോസസ്റ്റ് മാച്ച്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലോസസ്റ്റ് മാച്ച് കൊടുക്കുമ്പോൾ ആ വാല്യൂ ഉണ്ടോ എന്ന് നോക്കും. വാല്യൂ ഇല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള വാല്യൂ, അതായത് 41ന് താഴെ 40 ആണ്, ആ ഒരു ലോജിക്കൽ ഫോർമാറ്റിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലുക്കപ്പ് വാല്യൂ തരും. ഇനി നമ്മളിവിടെ കറക്റ്റായിട്ട് 40 അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാക്റ്റ് മാച്ച് ഉണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള മാച്ച് എടുത്ത് ആ വാല്യൂ നമുക്ക് തരും. എക്സാക്റ്റ് മാച്ച് ഇല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് തരും. ആ അപ്രോക്സിമേറ്റ് വാല്യൂ എപ്പോഴും ഒരു ലോജിക്കൽ ഓർഡറിൻ്റെ ഒരു സ്റ്റെപ്പ് താഴെയുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്കിനി VLOOKUPൻ്റെ വേറൊരു യൂസ് നോക്കാം. നമുക്കിവിടെ കാണാം ഈ ടേബിളിൽ പ്രോഡക്റ്റ് ID ഉണ്ട്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത ടാബിൽ സെയിം പ്രോഡക്റ്റ് ID വെച്ചിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ ഈ രണ്ട് ടേബിളും നമുക്ക് വേണമെങ്കിൽ VLOOKUP വെച്ചിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കമ്പൈൻ ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഹെഡർ അങ്ങ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ടേബിളിൽ നിന്നിട്ട് ഹെഡർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഈ പ്രോഡക്റ്റ് IDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ VLOOKUP വെച്ച് കൊണ്ടുവരുന്നു. നമുക്കപ്പോൾ ഫോർമുല എൻ്റർ ചെയ്യാം. VLOOKUP
നമ്മൾ VLOOKUP ചെയ്യാൻ പോകുന്ന വാല്യൂ ഈ പ്രോഡക്റ്റ് ഐ ഡി ആണ്. നമ്മൾ നോക്കാൻ പോകുന്ന ടേബിൾ ഈ ടേബിളാണ്. കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ഡൗൺ ആരോ ഞെക്കിക്കഴിഞ്ഞാൽ ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. പിന്നെ നമുക്ക് വേണ്ടത് കോളം ഇൻഡെക്സ് ആണ്. നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ടാമത്തെ കോളാണ്. അപ്പോൾ നമ്മൾ 2 അടിക്കുന്നു. പിന്നെ നമുക്ക് എക്സാക്ട് മാച്ച് ആണ്. അപ്പോൾ ഫോൾസ് അല്ലെങ്കിൽ 0 അടിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് PID 01 കറസ്പോണ്ടിങ് ആയിട്ട് 50 എന്നുള്ള വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇനി നമുക്ക് ഈ ഫോർമുല ജസ്റ്റ് താഴേക്ക് കോപ്പി ചെയ്താൽ മതി. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഈ സെല്ലൊന്ന് ലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ടേബിൾ മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഫുള്ള് വാല്യൂ ലോക്ക് ചെയ്യുന്നു. 2 വാല്യൂ നമ്മൾ $സൈൻ ഇട്ട് ലോക്ക് ചെയ്തു. പിന്നെ കോളം ഇൻഡെക്സ് ഒരു നമ്പറാണ്, അതുകൊണ്ട് അത് അപ്ഡേറ്റ് ആവത്തില്ല. ഇനി നമ്മൾ ഈ കോർണറിൽ ഈ പ്ലസ് സൈൻ വരുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു NA എന്ന് കിടക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ PID 11 എന്നുള്ള എഡിറ്റ് ചെയ്ത് PID 110 എന്നാക്കി. അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. ഇങ്ങനെ നമുക്ക് 2 ടാബിലുള്ള 2 ടേബിളുകൾ വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. പക്ഷേ ആകെ ഒരു ക്രൈറ്റീരിയ വേണ്ടതെന്ന് വെച്ചാൽ രണ്ടിനും കോമൺ ആയിട്ടൊരു കോളം വേണം. അപ്പോൾ ആ കോളം വെച്ച് VLOOKUP ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടേബിളിനെ ഫുള്ളായിട്ട് ഇങ്ങ് കോപ്പി ചെയ്യാൻ പറ്റും. ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് എപ്പോഴും VLOOKUP മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെയിം ടേബിൾ തന്നെ വേറൊരു ഫോർമാറ്റിൽ ഇതുപോലെ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് VLOOKUP യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് HLOOKUP യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് HLOOKUPും VLOOKUPും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഡാറ്റ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചാണ് VLOOKUP ആണോ HLOOKUP ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിം പ്രോഡക്റ്റ് ഐ ഡിയും നെയിം, കോസ്റ്റ്, മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. നേരത്തെ നമ്മളത് വെർട്ടിക്കലി ഡൗൺ ആയിട്ട് അറേഞ്ച് ചെയ്തു, ഇത് ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോളത്തിൽ പ്രോഡക്റ്റ് ഐ ഡി ഇല്ല. അപ്പോൾ നമുക്ക് VLOOKUP ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് HLOOKUP ചെയ്യുന്നു. അപ്പോൾ നമുക്ക് HLOOKUPൻ്റെ ഫോർമാറ്റ് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. പ്രോഡക്റ്റ് ഐ ഡി അടിച്ചു. ഇനി നമുക്ക് HLOOKUPൻ്റെ ഫോർമുല എൻ്റർ ചെയ്യാം. നമ്മൾ ടാബ് പ്രസ് ചെയ്ത് ഫോർമുല സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണാം നേരത്തെ ഉള്ളവർ തന്നെ ലുക്കപ്പ് വാല്യൂ. അപ്പോൾ നമ്മൾ ഈ ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്യുന്നു, കോമ അടിക്കുന്നു, ടേബിൾ സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്യുമ്പം കൺട്രോൾ ഷിഫ്റ്റ് ആരോ ഞെക്കി ഫുള്ള് ടേബിൾ സെലക്ട് ചെയ്തു, കോമ. പിന്നെ നമുക്ക് വേണ്ടത് റോ ഇൻഡെക്സ് ആണ്. നേരത്തെ കോളം ഇൻഡെക്സ് ആണ്, നമുക്കിപ്പോൾ റോ ഇൻഡെക്സ്. അപ്പോൾ നെയിം ഓഫ് പ്രോഡക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ റോ 1, 2. നമ്മൾ 2 എൻ്റർ ചെയ്യുന്നു. നമുക്ക് എക്സാക്ട് മാച്ച് ആണ് 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് A കിട്ടി. നമുക്ക് ഒരു ഫോർമുലയും കൂടെ നോക്കാം. HLOOKUP, ലുക്കപ്പ് വാല്യൂ ഇതാണ്. നമുക്ക് ടേബിള് നേരത്തെ നമ്മൾ ടേബിൾ സെലക്ട് ചെയ്ത പോലെ ഫുള്ള് ടേബിൾ സെലക്ട് ചെയ്യുന്നു, കോമ. ഇനി നമുക്ക് കോസ്റ്റ് പെർ പീസ് റോ ഇൻഡെക്സ് ഇത് 3, 1, 2, 3 മൂന്നാമത്തെ റോയാണ്. പിന്നെ നമുക്ക് എക്സാക്ട് മാച്ച് 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, വാല്യൂ എൻ്റർ ചെയ്യുന്നു. നമുക്കിവിടെ കാണാം VLOOKUPും HLOOKUPും സെയിം തന്നെയാണ്. കോളം ഇൻഡെക്സ്, റോ ഇൻഡെക്സ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആയാൽ മതി. ഇതിൻ്റെ ലോജിക്ക് രണ്ടും വളരെ സിമിലർ ആണ്. ഒരെണ്ണം കോളത്തിലാണ്, ഒരെണ്ണം റോയിലാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ലുക്കപ്പ് വാല്യൂ മാനുവലി എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലുക്കപ്പ് വാല്യൂ സിമ്പിളായിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്യാം. പക്ഷേ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെയിമോ അല്ലെങ്കിൽ കുറേ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ അത് എൻ്റർ ചെയ്യുമ്പം ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലുക്കപ്പ് വാല്യൂ എറർ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഐ ഡി വന്നിട്ട് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് കാരണം നമ്മുടെ VLOOKUP ഫംഗ്ഷനിൽ ഒരു എറർ കാണിക്കത്തില്ല. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ വാലിഡേഷൻ വഴി നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എക്സലിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.